ജലതത്വത്തെ സൂചിപ്പിക്കുന്നു. സുദർശനം അദ്ദേഹത്തിൻ്റെ തേജസ്സാണ്. പത്മമാണെങ്കിലോ 6 ഗുണങ്ങൾ, 6 ഭഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. കൗസ്തുഭം ഭഗവാന്റെ ആ ജീവചൈതന്യത്തിൻ്റെ, അതായത് അതിൻ്റെ കാന്തി കൊണ്ടാണ് ശ്രീവത്സം പോലും പ്രശോഭിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കൗസ്തുഭം ജീവചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. ഇനി ഭഗവാൻ വനമാല ധരിച്ചിട്ടുണ്ട്. ഈ വനമാല ധരിച്ചിരിക്കുന്നത് സത്വരജസ് തമോ ഗുണങ്ങളെയാണ്. അതായത് ഈ 3 ഗുണങ്ങൾ ഇത് കലർന്ന മായയാണ്. അതായത് നമുക്കറിയാലോ, ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് മായ പലതും സൃഷ്ടിക്കുന്നത്. അപ്പോൾ മായയുടെ പ്രതീകമായിട്ടാണ് വനമാലയെ കാണുന്നത്. പീതാംബരമാണെങ്കിലോ വേദത്തിൻ്റെ പ്രതീകമായിട്ടാണ് പീതാംബരത്തെ, ആ മഞ്ഞപ്പട്ടിനെ പ്രതിനിധീകരിക്കുന്നത് വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭഗവാന്റെ കുണ്ടലങ്ങൾ, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആ കുണ്ടലങ്ങളോ സാഖ്യയോഗം, കർമ്മയോഗം, ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ടാണ് പറയുന്നത്. ഇനി കിരീടമാണെങ്കിലോ സത്യലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി ഭഗവാന്റെ ശരീരത്തെ തന്നെ 14 ലോകങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതായത് ഭഗവാന്റെ പാദത്തിൻ്റെ താഴെയുള്ള ഭാഗം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? പാതാള ലോകത്തെയാണ് അത് കാണിക്കുന്നത്. ഇനി ഈ പാദത്തിൻ്റെ മുകൾ ഭാഗം അത് രസാതലത്തെയാണ് കാണിക്കുന്നത്. ഇനിയോ നിര്യാണിയുടെ ഭാഗം മഹാതലമാണ്. ഇനി കണങ്കാലാണെങ്കിലോ തലാതലം, മുട്ടുകൾ സുതലം. സുതലം എന്നാൽ നമുക്കറിയാലോ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് സുതലം. അത് അധോലോകത്തിലാണെങ്കിൽ പോലും അത് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിട്ടുള്ള പുരുഷാർത്ഥങ്ങളെ ഒരു ചെപ്പിൽ അടച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ മുട്ടിൽ വെച്ചിരിക്കുകയാണ്. ആരാണോ ആ പാദത്തെ സ്പർശിക്കുന്നത് അവർക്ക് ആ ചെപ്പ് തുറന്ന് ഈ 4 പുരുഷാർത്ഥങ്ങളെയും ഭഗവാൻ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി തുടകളാണെങ്കിലോ അതലം വിതലം, ഈ 2 ലോകങ്ങളെ സൂചിപ്പിക്കുന്നു. അരക്കെട്ട് ക്ഷോണീതലം എന്നാൽ എന്താണ്? ഭൂലോകമാണ്, നാം എല്ലാം ജീവിക്കുന്ന ഭൂമിയാണ്. ഇനി അതിന് മുകളിലായിട്ട് എന്ത് കാണാം? നാഭിയുണ്ട് ഭഗവാന്റെ. ആ നാഭി എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? ഭൂവർലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ആ പ്രദേശം, അതായത് അമ്പരം, ആകാശത്തെ സൂചിപ്പിക്കുന്നു. ഇനി അതിന് മുകളിലായിട്ട് വക്ഷസ് ഉണ്ട്. ഈ വക്ഷസ് സ്വർഗലോകത്തെ, ദേവന്മാരുടെ ലോകമായ സ്വർഗലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇനി കഴുത്താണെങ്കിലോ മഹർലോകം, മുനിമാരുടെ എല്ലാം ലോകത്തെയാണ് കഴുത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മുഖമാണെങ്കിലോ ജനലോകം എന്നാൽ പ്രജാപതിമാരുടെ ലോകമാണ്. ആ ലോകത്തെ പ്രതിനിധാനം